നമസ്കാരം. അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആൻ മെരിയാജി. പ്രധാന വാർത്തകൾ. പുണ്യദിനങ്ങളിലെ പരീക്ഷകൾ മാറ്റിവെക്കണമെന്ന് KCBC. KCC UAEക്ക് പുതിയ നേതൃത്വം. മനോജ് മരിദൂർ ചെയർമാൻ. KCWA ഇടക്കാട്ട് ഫൊറോനയുടെ വനിതാ ദിനാഘോഷം വർണ്ണാഭമായി. ഷിക്കാഗോ സെയിന്റ് മേരീസ് ക്നാനായ് കത്തോലിക്ക ദേവാലയത്തിൽ വിമൻസ് മിനിസ്ട്രിയുടെ പ്രവർത്തനോദ്ഘാടനം ഫാദർ സിജു മുടക്കോടിൽ നിർവഹിച്ചു. മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷയരോഗ ദിനാചരണം സംഘടിപ്പിച്ചു. KSSന്റെ നേതൃത്വത്തിൽ കോഴി വളർത്തൽ പദ്ധതി ധനസഹായ വിതരണം നടത്തി. വാർത്തകൾ വിശദമായി. ക്രൈസ്തവരുടെ പുണ്യദിനങ്ങളായ പെസഹ വ്യാഴാഴ്ചയും ഈസ്റ്റർ ഞായറാഴ്ചയും അഖിലേന്ത്യാ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകൾ നടത്തുവാനുള്ള തീരുമാനം ഉപേക്ഷിക്കണമെന്ന് KCBC. ക്രൈസ്തവർ വിശുദ്ധമായി ആചരിക്കുന്ന തിരുനാൾ ദിനങ്ങളിൽ മത്സര പരീക്ഷകൾ നടത്തുന്നത് ക്രിസ്തീയ യുവജനങ്ങൾക്ക് തങ്ങളുടെ മതവിശ്വാസം സ്വതന്ത്രമായി ആചരിക്കുവാൻ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലിക അവകാശത്തിന്റെ ലംഘനമാണെന്ന് KCBC നിരീക്ഷിച്ചു. പലപ്പോഴും ആവർത്തിക്കപ്പെടുന്ന ഈ പ്രവണത ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള അന്യായമായ കടന്നുകയറ്റമാണ്. ആയതിനാൽ ഈ വർഷത്തെ പെസഹ വ്യാഴാഴ്ചയും ഈസ്റ്റർ ഞായറാഴ്ചയും നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന മത്സര പരീക്ഷകൾ മാറ്റിവെക്കണമെന്ന് KCBC പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ, വൈസ് പ്രസിഡന്റ് ബിഷപ്പ് സാമുവൽ മാർ ഐറേനിയോസ്, സെക്രട്ടറി ജനറൽ ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ എന്നിവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അധികാരികൾക്കും കത്തയക്കുമെന്നും KCBC വക്താവ് ഫാദർ തോമസ് തറയിൽ അറിയിച്ചു. ഇതേ ആവശ്യം ഉന്നയിച്ച് സീറോ മലബാർ സഭയും വിവിധ രൂപതകളും ഭക്തസംഘടനകളും രംഗത്തു വന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ക്നാനായ് സംഘടനകളുടെ ഐക്യവേദിയായ KCC UAE കോർഡിനേഷൻ കമ്മിറ്റിയുടെ 2026-28 പ്രവർത്തന വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. മനോജ് മരിദൂർ ചെയർമാനായും ലൂക്കോസ് തോമസ് എരുമേലിക്കര സെക്രട്ടറിയായും ചുമതലയേറ്റു. സംഘടനയുടെ സാമ്പത്തിക ചുമതലയുള്ള ട്രഷററായി ജോർജ് പൂത്തൃക്കയിലിനെ തിരഞ്ഞെടുത്തു. KCC ME ജനറൽ സെക്രട്ടറിയായി മനു എബ്രഹാം നടുവത്തറ നിയമിതനായി. മുൻ വർഷങ്ങളിൽ സംഘടനയെ നയിച്ച ജോർജ് തോമസ് നെടുംതുരുത്തിൽ അഡ്വൈസറായി തുടർന്നും സേവനമനുഷ്ഠിക്കും. KCWA ഇടക്കാട്ട് ഫൊറോന വനിതാ ദിനാഘോഷം പേരൂർ സെയിന്റ് സെബാസ്റ്റ്യൻസ് ക്നാനായ് കത്തോലിക്ക ദേവാലയത്തിൽ വെച്ച് ആഘോഷിച്ചു. ഇടക്കാട്ട് ഫൊറോന വികാരി ഫാദർ സൈമൺ പുല്ലാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫൊറോന ചാപ്ലൈൻ ഫാദർ ഫിലിപ്പ് കരിശ്ശേരിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. പേരൂർ ഇടവക വികാരി ഫാദർ മാത്യു ഏറ്റിയപ്പള്ളിൽ, ഫൊറോന സിസ്റ്റർ അഡ്വൈസർ സിസ്റ്റർ നിഷ വി ജോൺ എന്നിവർ ആശംസകൾ അറിയിച്ചു. ഫൊറോന വൈസ് പ്രസിഡന്റ് സൂസൻ മണിമലേത്ത്, ഫൊറോന സെക്രട്ടറി സുജ കൊച്ചുപാലത്താനത്ത്, ജോയിന്റ് സെക്രട്ടറി ജീന സിബി, ട്രഷറർ ആൻസി ജോമോൻ, പേരൂർ യൂണിറ്റ് സെക്രട്ടറി മിനിമോൾ സ്റ്റീഫൻ എന്നിവർ പ്രസംഗിച്ചു. ഇടക്കാട്ട് ഫൊറോനയിലെ മികച്ച 9 വനിതാ സംരംഭകരെ ചടങ്ങിൽ ആദരിച്ചു. മോർട്ടൺ ഗ്രോവ് സെയിന്റ് മേരീസ് ക്നാനായ് കത്തോലിക്ക ദേവാലയത്തിൽ 2026-27 വർഷത്തെ വിമൻസ് മിനിസ്ട്രിയുടെ പ്രവർത്തനോദ്ഘാടനവും ഈ വർഷത്തെ വനിതാ ദിനാചരണവും സംയുക്തമായി നടത്തപ്പെട്ടു. മാർച്ച് 22 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ അനീഷ് മാവേലി പുത്തൻപുരയിലിന്റെ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രവർത്തനോദ്ഘാടനം നടത്തപ്പെട്ടു. വികാരി ഫാദർ സിജു മുടക്കോടിൽ, ഫാദർ അനീഷ് എന്നിവരുടെ പ്രാർത്ഥനയോടെ യോഗം ആരംഭിച്ചു. കോർഡിനേറ്റർ ജയാകുളങ്ങര സ്വാഗതം ആശംസിച്ചു. തുടർന്ന് വിമൻസ് മിനിസ്ട്രിയുടെ വരും വർഷങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഫാദർ സിജു മുടക്കോടിൽ നിലവിളക്ക് കൊളുത്തി പ്രവർത്തനോദ്ഘാടനം നടത്തി. വിമൻസ് മിനിസ്ട്രി കോർഡിനേറ്റേഴ്സ്, കൂടാരയോഗം കോർഡിനേറ്റേഴ്സ്, മെൻസ് മിനിസ്ട്രി കോർഡിനേറ്റേഴ്സ്, പാരിഷ് എക്സിക്യൂട്ടീവ് സിസ്റ്റർ സിൽവേരിയോസ് എന്നിവർ സന്നിഹിതരായിരുന്നു. കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി മടമ്പം മേഖലയിലെ അലക്സ് നഗറിൽ വെച്ച് ക്ഷയരോഗ ദിനാചരണം സംഘടിപ്പിച്ചു. അലക്സ് നഗർ സെയിന്റ് ജോസഫ് പാരിഷ് ഹാളിൽ നടന്ന പരിപാടിയിൽ പള്ളി വികാരി ഫാദർ തോമസ് വട്ടക്കാട്ടിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി കോർഡിനേറ്റർ റെനി സിബി സ്വാഗതം ആശംസിച്ചു. കോട്ടൂർ വയൽ PHCയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീഷ KV ക്ലാസ് നയിച്ചു. ഈ വർഷത്തെ ക്ഷയരോഗ ദിന സന്ദേശമായ അതെ നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കാൻ കഴിയും എന്ന വാക്യം ഉൾക്കൊണ്ടും ആഗോളതലത്തിൽ ക്ഷയരോഗം പടരുന്നതിനെക്കുറിച്ചും ക്ഷയരോഗ നിവാരണത്തെക്കുറിച്ച് പൊതുജന അവബോധം വളർത്തുക എന്നതാണ് ലോക ക്ഷയരോഗ ദിനത്തിന്റെ ലക്ഷ്യമെന്നും ക്ലാസ്സിൽ പറയുകയുണ്ടായി. സ്വാശ്രയ സംഘ അംഗമായ ഷൈനി ടോമി നന്ദി പറഞ്ഞു. ഭക്ഷ്യസുരക്ഷയോടൊപ്പം ഉപവരുമാന സാധ്യതകൾക്കും വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന കോഴി വളർത്തൽ പദ്ധതിയുടെ ഭാഗമായി ധനസഹായം വിതരണം ചെയ്തു. തെള്ളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ധനസഹായ വിതരണം കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിം അലക്സ് നിർവഹിച്ചു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KSSS പ്രോഗ്രാം ഓഫീസർ സിജോ തോമസ്,
കോർഡിനേറ്റർ ബെസി ജോസ് എന്നിവർ പ്രസംഗിച്ചു. 37 കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ ഭാഗമായി ധനസഹായം ലഭ്യമാക്കിയത്. അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.